ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലും രാജ്യസഭയിൽ അംഗബലമുണ്ട്. ജഗൻമോഹൻ റെഡ്ഡി 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയെടുത്തത് വമ്പൻ വിജയമായിരുന്നു. 175-ൽ 151 സീറ്റുകളാണ് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ലഭിച്ചത്. അതിനാനുപാതികമായി അദ്ദേഹത്തിന് നിരവധിയായ രാജ്യസഭാ എംപിമാരെ ജയിപ്പിച്ചു വിടാൻ കഴിഞ്ഞു. അദ്ദേഹം കൃത്യമായി പറഞ്ഞു, രാജ്യസഭയിൽ BJPയെ എങ്ങനെ തടയ്ക്കാം എന്നുള്ളതായിരിക്കും ഞങ്ങളുടെയും ലക്ഷ്യം. അതിനുവേണ്ടി ഇന്ത്യ മുന്നണിയോടൊപ്പം നിന്ന് തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശം BJPക്ക് ഇരട്ടി പ്രഹരം നൽകുന്ന ഒരു കാഴ്ച. രാജ്യസഭയിൽ ഇപ്പോഴും വ്യക്തമായ ഒരു ഭൂരിപക്ഷം BJPക്ക് അവകാശപ്പെടാൻ കഴിയില്ല. അത് മാത്രമല്ല, വമ്പൻ തിരിച്ചടികൾ ഇനി നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും സംഭവിക്കും എന്നുള്ളത് BJPക്ക് ഉറപ്പായി കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ രാജ്യസഭയിൽ കുറച്ചുകൂടി പ്രശ്നങ്ങൾ ഉണ്ടാകും. ശോചനീയമായ അവസ്ഥയിലേക്ക് BJPയുടെ നേതൃത്വം രാജ്യസഭയിൽ മാറും. BJPയുടെ ഭൂരിപക്ഷം കുറഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് അവർക്ക് തന്നെ നന്നായി അറിയാം. ബില്ലുകൾ എളുപ്പത്തിൽ പാസ്സാക്കാൻ കഴിയില്ല എന്നുള്ളത് മാത്രമല്ല, നിരവധിയായ ചർച്ചയ്ക്ക് പ്രതിപക്ഷത്തെ വിളിച്ച് ചേർക്കേണ്ടതിന്റെ ആവശ്യകതയുമുണ്ട്. ഈ രാജ്യത്തെ BJPയുടെ അജണ്ടകളൊന്നും തന്നെ നടപ്പിലാക്കാൻ കഴിയില്ല. നിയമപരമായുള്ള കാര്യങ്ങളോടല്ലാതെ പ്രതിപക്ഷം BJPയുടെ ഒരു കാര്യത്തിനും സഹകരിക്കില്ല എന്നുള്ളത് അസന്നിഗ്ധമായി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ BJPക്ക് മറ്റു മാർഗങ്ങളൊന്നും തന്നെ തേടാനും കഴിയില്ല. YSR കോൺഗ്രസ് പരാജിതരായി 4 എംപിമാരെ മാത്രമേ ജയിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന് വിചാരിച്ച് BJPക്ക് ആഹ്ലാദിക്കാൻ കഴിയില്ല. ആന്ധ്രാപ്രദേശിന്റെ രാഷ്ട്രീയ രീതി നോക്കിയാൽ നമുക്കറിയാം. 25 ലോക്സഭാ സീറ്റുകളിൽ 16 TDPക്കും 4 YSR കോൺഗ്രസിനും 3 BJPക്കും 2 സീറ്റുകൾ പവൻ കല്യാണിന്റെ ജനസേന പാർട്ടിക്കുമായിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ ഇക്കുറി രാഷ്ട്രീയപരമായി പവൻ കല്യാണും BJPയും TDPയും ചേർന്നുള്ള വലിയ മുന്നേറ്റം ആന്ധ്രാപ്രദേശിൽ നടത്തിയാൽ പോലും YSR കോൺഗ്രസിന് ഇപ്പോഴും രാജ്യസഭയിൽ നിരവധിയായ രാജ്യസഭാ എംപിമാരുണ്ട്. അവരുടെ നേതൃത്വത്തിലുള്ളവർ ശക്തമായി തന്നെ അവരുടെ കാലാവധി കഴിയുന്നത് വരെ മികച്ച രീതിയിലുള്ള പോരാട്ടം കാഴ്ചവെക്കും. BJPക്ക് അത് വലിയ ക്ഷീണമാകും. ആ കാലയളവിൽ നിരവധിയായ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ സഭയിലെ അംഗബലം മാറിയും മറിഞ്ഞും വരും എന്ന് നന്നായി അറിയുന്നവർ തന്നെയാണ് BJP.